ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ആസാമിലെ ഗുവാഹട്ടിയിലാണുള്ളത്. ഇവിടുന്ന് ഒരു ട്രെയിൻ എടുത്തിട്ട് ഞാൻ കൊൽക്കത്തയിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ട്രെയിൻ നമ്പർ 12346 സരായിഘട്ട് എക്സ്പ്രസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എൻ്റെ ട്രെയിൻ ഇപ്പോൾ ഓൾറെഡി ഇവിടെ നിർത്തിയിട്ടാണുള്ളത്. ഗുവാഹട്ടിയിൽ നിന്ന് ഹൗറ വരെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അൺറിസർവ്ഡ് കോച്ചിലേക്ക് ഞാൻ പോട്ടെ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് ഇത്. ഒരുപാട് നേരം ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ട്രെയിൻ എടുക്കാറ് സമയമാവാറായി. ഞാനങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. മുകളിലത്തെ സീറ്റിലാണ് ഇരുന്നത്. എൻ്റെ ബാഗ് അപ്പുറത്തെ കോച്ചിലാണുള്ളത്. ഇവിടെ വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷേ സീറ്റ് പിടിക്കേണ്ട തിരക്കിൽ ഞാൻ അപ്പുറത്താണ് വെച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ അവസ്ഥ. ഫാനൊക്കെ ഉണ്ട്, പക്ഷെ നല്ല രീതിയിൽ ചുട്ട് പൊള്ളാണ്. ഇനിയൊരു 40 മിനിറ്റ് ഉണ്ട് ട്രെയിൻ എടുക്കാൻ. അതുവരെ നമ്മളിവിടെ ഇങ്ങനെ പോസ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് നമ്മൾ പോകും. ഇതാണ് ജനറലിൻ്റെ അവസ്ഥ. ഇതിൽ എടുത്തിട്ടില്ല. എടുക്കുന്നതിനേക്കാൾ മുമ്പിട്ടുള്ളൊരവസ്ഥ ഇതാണ്. ഇനി അടുത്തൊരു 17 മണിക്കൂർ നമ്മൾ ഈ ട്രെയിനിലായിരിക്കും. ട്രെയിൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ കറണ്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പം കറണ്ട് വന്നതാണ്. ഫാനൊക്കെ ഇങ്ങനെ തിരിയുന്നുണ്ടെന്നേ ഉള്ളൂ. കാറ്റൊന്നും വരുന്നേ ഇല്ല. ഉരുക്കാണ്. ഒടുക്കത്തെ ചൂട്. ഞാൻ അങ്ങ് പോയിട്ട് എൻ്റെ ചെറിയ ബാഗിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പവർ ബാങ്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. കോച്ച് മൊത്തത്തിലൊരു ബാറ്റ്സ്മാൻ അടിക്കുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റിന് തൊട്ടടുത്താണ് ഞാനുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ബാറ്റ്സ്മാൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കാണുന്നത് ബ്രോഡൻ ഷൂ ആണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ പോവാണ്. ഇനി എത്ര മണിക്കൂറുണ്ടല്ലേ? സമയം 3 മണിയായിട്ടേ ഉള്ളൂ. ഇന്ന് രാത്രി ഇവിടെയാണ്. അങ്ങനെ ഗായ്സ്, നമ്മുടെ കറണ്ട് പോയിരിക്കുകയാണ്. കണ്ടോ, നോ ചാർജ്. എന്തോ ഭാഗ്യത്തിന് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ന്യൂ കുച്ച് ബിഹാറിലാണ് നിർത്തിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ എയർഫോൺസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ തൊട്ടിപ്പുറമുള്ള ബ്രോ ഒരു എയർപോർട്ട് വാങ്ങിയിട്ടുണ്ട്. 350 രൂപയുള്ളൂ. ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റേ ഇല്ല. ബോട്ടിൻ്റെ സാധനമാണ്, പക്ഷേ ബോട്ടിന് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റേ ഇല്ല. യോയോ പോഡ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കച്ചവടക്കാരാണ്. അല്ല, ഇവിടെ ഇപ്പോൾ ടീഷർട്ട് കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. ജനറലിൽ പോകുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വേറൊരു രസമാണ്. പക്ഷെ നല്ലൊരു സീറ്റ് കിട്ടണം മാത്രം. ട്രെയിനിൽ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ആരും ഇതുവരെ അങ്ങനെ റൂഡായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. ചിലർ വളരെ റൂഡായിട്ടില്ല പെരുമാറുക. അപ്പോൾ ഇതുവരെ വന്നവരൊക്കെ നല്ല രീതിയിലാണ്. ഞാനൊരു 10 രൂപ ഒക്കെ എടുത്ത് കൊടുത്തു. പൊതുവെ ഞാനങ്ങനെ കൊടുക്കാറില്ല. ഇപ്രാവശ്യം വല്ലാതെ ചോദിച്ചു. അപ്പോൾ ഞാനൊരു 10 രൂപ എടുത്ത് കൊടുത്തു. നമ്മളിപ്പോൾ കൊൽക്കത്ത എത്താറായി. 6 മണിക്കാണ് നമ്മൾ എത്തുക. ഒരു അരമണിക്കൂർ ഡിലേ ആണ് നമ്മുടെ ട്രെയിൻ. അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ കൊൽക്കത്ത എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ എന്തായാലും എക്സിറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ്റെ പുറംഭാഗം. ഞാൻ എന്തായാലും ഇനി ഇവിടെ നേരെ നമ്മൾ ഹൗറ ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് ഹൗറ ബ്രിഡ്ജ്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നിങ്ങനെ പോവാണ്. ഹൗറ സ്റ്റേഷൻ ബിൽഡിംഗ് നല്ല രസമുണ്ടല്ലോ. സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. നമ്മളിതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ ഈ കാണുന്നതാണ് ഹൗറ ബ്രിഡ്ജ്. ഹൂളി റിവറിൻ്റെ മുകളിൽ കൂടെയാണ് ഇങ്ങനെ പോകുന്നത്. ഇവിടെ ആളുകൾ ഇങ്ങനെ കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അംബാസിഡർ ടാക്സി ഇത് ഇവിടെ ഇഷ്ടംപോലെ നിർത്തിയിട്ടുണ്ട്. എന്ത് രസമാണല്ലോ കാണാൻ. അവിടെയായിട്ട് പാൻ മസാലയുടെ പരസ്യവും. അങ്ങനെ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടക്കുകയാണ്. ബ്രിഡ്ജിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ കച്ചവടക്കാരൊക്കെയാണ് കാണുന്നത്. വാവ്, ഇവിടെ നല്ല വ്യൂ നോക്കിയേ, നൈസല്ലേ. ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്ലവർ മാർക്കറ്റ് വരുന്നത്. അങ്ങോട്ടേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. കണ്ടോ, വാവ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എൻ്റെ മോനെ ലെവലാണല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ റിക്ഷയും വരുന്നുണ്ട്. നല്ല തിരക്കുണ്ട്.
ഒരുപാട് പേരിങ്ങനെ പൂവാങ്ങ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. ഇവിടുന്ന് അങ്ങോളം പൂ മാർക്കറ്റാണ് കേട്ടോ. നമുക്ക് അറ്റം വരെ പോകാൻ പറ്റും. എൻ്റെ മോനെ വേറെ ലെവലാണല്ലോ. നമ്മളങ്ങനെ റിവറിൻ്റെ നേരെ ഇപ്പുറത്തുള്ള ഗട്ടിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ മറ്റേ ഗുസ്തി ഇല്ലേ, ഗുസ്തിയുടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ പോയത് നേരെ അപ്പുറമാണ്. റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അവിടെയാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നേരെ ഇപ്പുറത്തുള്ള ഗട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം അത് നോക്കി ഇങ്ങനെ നിന്ന്. വേറെ രസമാണ് കാണാൻ. എന്തെല്ലാം ജാതി ഫ്ലവേഴ്സ് അല്ല, സൺഫ്ലവർ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൊൽക്കത്തയിലെ ഫ്ലവർ മാർക്കറ്റ്. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ബൊക്കെ ആയിട്ടാണ് കാണുന്നത്. അടിപൊളിയാണല്ലേ. ഇപ്പോൾ റൈറ്റേഴ്സ് ബിൽഡിങ്ങിന് നേരെ മുന്നിലാണുള്ളത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച ബിൽഡിംഗ് ആണിത്. ജനറൽ പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ ഒരു ചർച്ചുമുണ്ട്, പിന്നെ RBIയും. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. RBI ഇതിൻ്റെ തൊട്ട് മുന്നേ തന്നെയാണ്. ഈ റൈറ്റേഴ്സ് ബിൽഡിങ്ങിൻ്റെ നേരെ അപ്പുറത്താണ് RBI ഉള്ളത്. അപ്പോൾ ജനറൽ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ കൂടെയാണ് ഞാൻ നടക്കുന്നത്. വലിയ ബിൽഡിംഗ് ആണ്, വെള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ട് വേറെ രസമാണ് ഇത് കാണാൻ. അപ്പോൾ ഈ സ്ക്വയറിലൂടെ നടക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാകുന്നുണ്ട് ആ സമയത്തൊക്കെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം എത്രത്തോളം ഇവിടെ ഉണ്ടായിരുന്നെന്നൊക്കെ. നമ്മളങ്ങനെ ചർച്ചിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. റൈറ്റേഴ്സ് ബിൽഡിങ്ങിൻ്റെ നേരെ ഇപ്പുറമായിട്ടാണ് ചർച്ച് ഉള്ളത്. വാവ്. ഞാനെന്തായാലും മെട്രോ എടുത്തിട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. ചിലപ്പോൾ അലോ ചെയ്യുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ നൈഫും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അലോ ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 15 രൂപയാണ് വന്നത്. അപ്പോൾ എന്നെ അലോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചോദിക്കണം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംഗതികൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആദ്യം പെർമിഷൻ എടുത്താലേ അവർ സമ്മതിക്കും. അല്ലാതെ നമ്മൾ പോയാൽ നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറങ്ങിയിട്ട് അവിടുന്ന് ലൈൻ മാറണം, ബ്ലൂ ലൈനിലേക്ക് മാറണം. എന്നിട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മളങ്ങനെ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ നേരെ മുന്നിലെത്തിയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, എൻ്റെ മോനെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വിക്ടോറിയ മെമ്മോറിയൽ ഹാളിലും അതുപോലെ ഗാർഡനും ഗാലറീസും വിസിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റാണ്. 50 രൂപയാണ് വന്നത്. പക്ഷേ നമ്മൾ ബാഗേജ് റൂം തുറക്കാനായിട്ടില്ല. ബാഗേജ് റൂം തുറക്കാൻ ഇനി 10 മണിയാവും. ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ ബാഗ് കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല. ചെറിയ ബാഗൊക്കെ ആണെങ്കിൽ അലോ ചെയ്യും. ഈ ബാഗിൽ പിന്നെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അത് ബാഗേജ് റൂമിൽ വെക്കണം. അപ്പോൾ 10 മണി വരെ ഞാനിവിടെ പോസ്റ്റാണ്. നമ്മൾ മെമ്മോറിയലിലേക്ക് നടക്കുന്ന വഴിയിലും ഒരുപാട് പേരുടെ സ്റ്റാച്യൂസ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ബിൽഡിംഗ് നോക്കി നിങ്ങൾ. നമ്മുടെ വൈറ്റ് മാർബിളിൽ ഉണ്ടാക്കിയ താജ്മഹലില്ല, അതുപോലെ തന്നെ വൈറ്റ് മാർബിളിൽ ഉണ്ടാക്കിയൊരു മെമ്മോറിയലാണ് ഇതും. ഞാൻ എൻ്റെ ബാഗ് അങ്ങനെ ലോക്കർ റൂമിൽ വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂറാണ് ടൈം വന്നത്. വിക്ടോറിയ മെമ്മോറിയലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടുത്തെ ഗാലറിയിലേക്ക് പോവാണ് ഞാൻ. ഗാലറിയിൽ വീഡിയോ ഷൂട്ടിംഗ് അലൗഡ് ആണോ എന്ന് അറിയത്തില്ല, നോക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി നിങ്ങൾ. എൻ്റെ പോലെ നമ്മൾ സെൻറ്ററിലാണുള്ളത്. അവിടെയായിട്ടാണ് എൻട്രൻസ്. അടിപൊളിയല്ലേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോണുമെൻ്റാണ്. ഈ ഒരു വൈറ്റ് മാർബിളിൻ്റെ ഉള്ളിൽ കാര്യം നമ്മൾ ഗാലറി എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്. ബ്രിട്ടീഷ് എംപയേഴ്സിൻ്റെ പോർട്രേറ്റ്സും അതുപോലെ അവരെങ്ങനെയാണ് ഒരു എംപയർ ബിൽഡ് ചെയ്തത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഫോട്ടോസിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വാളുകളും തോക്കുകളും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളും അവർ ധരിച്ച വസ്ത്രങ്ങളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെന്തായാലും മസ്റ്റ് വിസിറ്റാണ്. ക്വീൻ വിക്ടോറിയാസിൻ്റെ മെസ്സേജസ് നമ്മൾ കണ്ടിരുന്നു. 1-2 മെസ്സേജസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ അതുമാത്രമല്ല, പണ്ട് കാലത്ത് ഭരിച്ച രാജാക്കന്മാരുടെ പുസ്തകങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് വിക്ടോറിയാസ് ഗാലറിയിൽ. നമുക്ക് ഗാലറിയിൽ കാണാൻ പറ്റുന്നത് ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് മുഗൾ ചക്രവർത്തിമാരുടെ കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബംഗാളി കൾച്ചർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീഡം മൂവ്മെൻറ്റ്സ് എല്ലാം കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഗാലറിയിൽ. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ വിക്ടോറിയാസ് മെമ്മോറിയൽ വിക്ടോറിയ രാജകുമാരിക്ക് വേണ്ടി ഒരു ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണെങ്കിലും ക്വീൻ വിക്ടോറിയ ഇന്ന് വരെ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ നേരെ മുകളിലാണുള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി നിങ്ങൾ കണ്ടോ, ഒരു രക്ഷയില്ല. എന്തായാലും കൊൽക്കത്ത വരുന്നുണ്ടെങ്കിൽ വിക്ടോറിയ മെമ്മോറിയൽ എന്തായാലും കണ്ടിരിക്കണം. പുറമേ നിന്നുള്ള കാഴ്ച മാത്രമല്ല, ഉള്ളിൽ പോയാൽ നമുക്ക് സൈലൻ്റ് ആയിട്ടൊരു സ്റ്റോറി പറഞ്ഞു തരും. നിങ്ങളത് അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാനങ്ങനെ മൈതാൻ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലാണുള്ളത്. ഇതും നമ്മൾ നേരത്തെ കണ്ട ഒരു മെട്രോ ഇല്ല, അത് രണ്ടുമാണ് ഇവിടെ ഏറ്റവും അടുത്തായിട്ടുള്ളത്.
വിക്ടോറിയ മെമ്മോറിയൽ തൊട്ടടുത്തായിട്ട് ഈ 2 മെട്രോ സ്റ്റേഷനാണുള്ളത്. ഇവിടുന്ന് എനിക്കൊരു ഹോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഹോസ്റ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. മെട്രോ ഇപ്പോൾ കാലിയായി കണ്ടോ. ഇതൊരു നല്ല തിരക്കായിരുന്നു. എനിക്ക് ഇവിടുന്ന് ലാസ്റ്റ് സ്റ്റേഷനിലാണ് പോകേണ്ടത്. ബാഗും കൊണ്ട് സിറ്റിയിലൂടെ കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാഗ് അവിടെ വെച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ഹോസ്റ്റിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരും ഇല്ല. ഈ കീ ഒക്കെ എൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ആരും വരാനും പോകുന്നില്ല. അപ്പോൾ ഈ ഒരു റൂം എനിക്ക് തന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ നിൽക്കും. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പുറത്തൊക്കെ വേറെ ഫാമിലിയൊക്കെ ഉണ്ട്. അതൊക്കെ പക്ഷേ വേറെയാണ്. ഇന്ന് രാത്രി എന്തായാലും ഞാൻ ഇവിടെയും കിടക്കുന്നത്. കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാം. വാഷ്റൂം അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളെ കാണുന്നില്ല, ആ മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്, ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ. ഗൈസ്, നമ്മളങ്ങനെ പാർക്ക് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വേറെ ഒരു വൈബാണ്. നൈറ്റ് ലൈഫിന് പറ്റിയൊരു ഏരിയ ആണ്. ഈ ഒരു ഭാഗത്ത് മുഴുവൻ ബാറും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ആയിട്ട് വേറെ ഒരു വൈബാണ്. നൈറ്റ് ലൈഫിന് പറ്റിയൊരു ഏരിയ ആണിത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്കായിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യായിരുന്നു. നല്ലൊരു ഡൈനിങ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ അതിന് പറ്റിയ കടകളൊക്കെ കാണുന്നുണ്ട്. ചൈനീസ് ഉണ്ട്, അതുപോലെ കൊറിയൻ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ്. അതെല്ലാം നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡ് വേണമെങ്കിൽ അതും ഉണ്ട്. മൊബൈൽ കവറും സ്ക്രീൻ ഗാർഡിനെല്ലാം വളരെ ചെറിയ പൈസയേ ഉള്ളൂ ഇവിടെയൊക്കെ. 50 രൂപക്കൊക്കെ നമുക്ക് മാറ്റി കിട്ടും. അതുപോലെ ഒരാളിങ്ങനെ ചിത്രം വരക്കുന്നത് റോട്ടുമേൽ ഉള്ളതല്ല, ശിവൻ്റെ ഒരു ചിത്രം. അതുപോലെ തന്നെ ഈ റോഡ് സൈഡിൽ വെച്ച് ഇങ്ങനെ ഗിറ്റാർ വായിക്കുന്ന ഒരുപാട് പേരെ കണ്ടു. നല്ല രീതിയിൽ ആക്റ്റീവാണ് ഈ ഒരു ഭാഗം. നമ്മുടെ കൊൽക്കത്ത ടാക്സി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചോക്കോ ബാർ വാങ്ങി. അത് കഴിച്ചിങ്ങനെ നടക്കണം. ഒറ്റയ്ക്ക് വൈബാക്കാണ്. ഒന്നും ചെയ്യാനില്ല, ഒറ്റക്കായതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. ഇവിടെ നമുക്കൊരു കുസും റോൾസ് എന്നൊരു കട കാണാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും റോൾ കഴിച്ചു പോകാം. ഞാനൊരു ഡബിൾ ചിക്കൻ റോളാണ് പറഞ്ഞത്. ഫൈനലി ഗൈസ്, എൻ്റെ റോൾ കിട്ടിയിട്ടുണ്ട്. നൈസാണ്. എന്തായാലും ഇതും കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവാണ്. കട്ടി റോൾ കുഴപ്പമില്ല, പക്ഷെ നല്ലപോലെ ഓയിലൊക്കെ ആയിരുന്നു. പിന്നെ പുറത്തെ ഭക്ഷണം ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കുകയാണ്. അതാണ് അധികം ഞാൻ കഴിക്കാത്തത്. ഞാൻ അവിടെ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കലാണ് കൂടുതൽ. കുക്ക് ചെയ്യേണ്ട സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ കുക്ക് ചെയ്ത് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ തിരിച്ച് ഞാൻ എന്തായാലും റൂമിലേക്ക് പോവാണ്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഞാൻ തന്നെ കുക്ക് ചെയ്തതാണ്. മസാലയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. അപ്പോൾ ഗായ്സ്, ഞാൻ കുളിച്ച് ഫ്രഷായി. ഇനി എന്തായാലും ചാവിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങാണ്. ഇപ്പോൾ സമയം 5 മണിയായി. എല്ലാവരും കടയൊക്കെ പൂട്ടി പോവാണ്. ഇവിടെ എന്താ ഇന്ന് ഹർത്താലായിട്ടാണോ എന്താ? റോഡിലൊന്നും വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഈ ഒരു സമയത്തൊക്കെ ഒരുപാട് തിരക്കുണ്ടാവേണ്ട ഒരു ഏരിയയാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ നല്ല വൈബിളുള്ള ഏരിയ ആണ്. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, ആരും ഇല്ല ഇവിടെ. വളരെ കുറച്ച് പേരേ ഉള്ളൂ. പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ആയിട്ടൊരു റിവർ സൈഡ് വ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയാണ്. നമുക്ക് ഈ ഭാഗത്തൊന്നും പോകാൻ പറ്റത്തില്ല, ഫുള്ള് ചളിയാണ്. കണ്ടോ, വൃത്തിയില്ലാതെയാണ് ഉള്ളത്. ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലാണ് ഉള്ളത്. തിരിച്ച് നമ്മളിതാ ഇതിലൂടെ നടന്ന് പോകണം. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ച് നടക്കാണ്. സൈഡിലായിട്ട് നമുക്ക് റിക്ഷ കാണാൻ പറ്റും. റിക്ഷയുടെ മുകളിൽ തന്നെ ഇത് ഫിറ്റാക്കിയതായാലും കാണാൻ പറ്റും. നമുക്ക് കണ്ടോ, ഈ കരിമ്പിൻ്റെ സംഭവമില്ല, ജ്യൂസ് എടുക്കുന്ന സാധനം, അത് റിക്ഷേൻ്റെ മുകളിൽ തന്നെ ഫിറ്റാക്കി വെച്ചതായിട്ട് കാണാൻ പറ്റും. ഒരു ചങ്ങായി ബൈക്കിൻ്റെ ബാക്കിൽ ഒരു വലിയ വടിവാളും കൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ മോനെ കൊട്ടേഷൻ ടീമായിട്ടാണോ? കണ്ടിട്ട് അതെല്ലാം കണ്ടിട്ടൊരു ഗുണ്ടാലൊക്കെ ഉണ്ട്. വലിയ വാള്. എന്തിനാണിത്? രാജാക്കന്മാരെല്ലാം പണ്ട് ഉപയോഗിച്ചില്ല, അതുപോലെ വലിയ വാള്. ഒരു ഐഡിയ ഇല്ല. ഇന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ആഘോഷിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. വലിയ ആളുകളൊക്കെ വടിവാളൊക്കെ എടുത്ത് പോകുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചായി. പിന്നെ നോക്കുമ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ നമ്മൾ ആയുധങ്ങൾ കാണുന്നുണ്ട്. എന്താ സംഭവം എന്ന് കട്ടറിയത്തില്ലെങ്കിലും അവരുടേതായ രീതിയിൽ ആഘോഷമാണിത്. മുഹറം 10 ഇവിടെയുള്ള ആളുകൾ ആഘോഷിക്കുന്നത് ഈ രീതിയിലാണ്. എന്നാലും തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം. ഫെസ്റ്റിവൽ അടിപൊളിയാണ്. വരുന്നവർക്കൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു വെള്ളം കിട്ടി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല.
അപ്പോൾ അതൊക്കെയാണ് കാഴ്ചകൾ. ഞാൻ ആദ്യം വിചാരിച്ചു ഇന്ന സംഭവം എന്ന് മനസ്സിലാവാതെ ഞാനിങ്ങനെ കിളിപാറിയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അതുപോലെ സ്കൂളും അതുപോലെയുള്ള സ്ഥാപനങ്ങൾ കുറേയൊക്കെ അവധിയാണ്. അതാണ് നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പുകളൊക്കെ ക്ലോസ് ആയിട്ട് കണ്ടില്ലേ. കാരണം അതാണ്, ഇവിടെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും മെട്രോൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്തു, ടോക്കനാണ് കിട്ടിയത്. എന്തായാലും നല്ല തിരക്കായിരിക്കും. ഈ ഒരു സമയമായതുകൊണ്ട് 6 മണിയായി. ഇതിൻ്റെതായ തിരക്കുണ്ടാവും മെട്രോയിൽ. കണ്ടോ, ലാസ്റ്റ് സ്റ്റോപ്പാണിത്. എന്നിട്ട് എത്ര പേരെ കയറിയുന്നുണ്ടോ, ഇഷ്ടംപോലെ ഫുള്ളായി. അങ്ങനെ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ എക്സ്പ്ലനേറ്റ് എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മൾ ഗട്ടിലേക്ക്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് മെട്രോ സിറ്റി കൊൽക്കത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, സാധ്യത വളരെ കൂടുതലാണ്. കൊൽക്കത്തയിലാണ് ആദ്യമായിട്ട് മെട്രോ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റാണെങ്കിൽ നിങ്ങൾ പറ. സിറ്റിയിലെ ആളുകളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഏരിയ ആണത്. സൺസെറ്റിന് പറ്റിയ ഏരിയ ആണ്. അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഇവിടെ നമുക്ക് ലഗേജ് ലോക്കറും വരുന്നുണ്ട്. അടിപൊളി അല്ലേ. മസാജ് ചെയറുണ്ട്. 30 മിനിറ്റിന് 50 രൂപയാണ് മേടിക്കുന്നത്. നമുക്കെന്തായാലും എക്സിറ്റിലേക്ക് പോവാം. മെട്രോന്ന് നേരെ ഇറങ്ങി വന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇവിടെ നമ്മൾ ഈ വഴിയാണ് പോകേണ്ടത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ടോയ്ലറ്റ് ഓൺ വീൽസ് കൊൽക്കത്ത. അടിപൊളി അല്ലേ. വുമൺസ് മൊബൈൽ ടോയ്ലറ്റാണത് കാണുന്നത്. ഒരു ബസ് ടോയ്ലറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. അടിപൊളി, അത് പൊളിച്ച്. ഫൈനലി ഗായ്സ് നമ്മളങ്ങനെ ഗട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വെളിച്ചം കുറച്ച് കുറവാണ്. കൊൽക്കത്തയിൽ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗവും നല്ല ഫേമസ് ആയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പ്രിൻസപ്പ് ഗട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സിറ്റി ലൈഫിൽ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഒന്ന് കാമായിട്ട് നിൽക്കാനൊക്കെ ഫാമിലി ആയിട്ട് ആളുകൾ ചിൽ ഔട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. നമ്മൾ ജമ്മുവിലൊക്കെ കാണുന്ന പോലുള്ള ഷിക്കാര പോലത്തെ ഇത് സംഭവം അല്ലേ. അടിപൊളിയല്ലേ, ലൈറ്റൊക്കെ ചെയ്ത് വേറൊരു ഭംഗിയാണ് കാണാൻ. ഈ ഒരു ഭാഗത്തായിട്ട് 2 ഗണ്ണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2 വലിയ ബീരങ്കി കൊള്ളാല്ലേ, അടിപൊളി. ഇപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്സാണ്. പാവ് ബജ്ജി അതുപോലുള്ള ഐറ്റംസ് കണ്ടോ, പാനിപ്പൂരി ഉണ്ട്. അപ്പോൾ അതുപോലുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സാണ് ഇവിടെ മൊത്തം ഉള്ളത്. കണ്ടോ, ഇഷ്ടം പോലെ ആളുണ്ട്, നല്ല രീതിയിൽ തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു രസമാണ്. ഇവിടെ ഒരു ഫൗണ്ടൈൻ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അത് ഫുള്ള് വൃത്തികേടായിട്ടുള്ളത്. കണ്ടോ, വാവ്. ഇതിൻ്റെ താഴെ നമുക്ക് ബോട്ടിങ് ചെയ്യേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മുംബൈ സ്പെഷ്യൽ പാവ് ബജ്ജി, ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൊള്ളാം, വേറെ രസമാണ്. പാവ് ബജ്ജിയാണല്ലോ ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൊൽക്കത്തയിലെ കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്താണ്. കൊൽക്കത്തയിലെ നൈറ്റ് ലൈഫ് വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റായിട്ട് പറയാം. സീ യു ഗൈസ്, ബൈ.